ചെറിയ ഒരു ബഡ്ജറ്റിൽ ഒരു വണ്ടി എടുക്കാൻ വന്ന കസ്റ്റമർ കൊടുക്കാൻ പറ്റിയാണ് ഒരു 69 രൂപയ്ക്കും കൊടുക്കാം. 69 രൂപ ഉള്ളൂ. സ്റ്റാൻഡേർഡ് 500 നമുക്ക് കൊടുക്കാം. പ്രീമിയം വണ്ടികൾ മാത്രമേ ഉള്ളൂ. ബുള്ളറ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000-25,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി പോകും. സ്പോട്ടിൽ ഒരു മണിക്കൂർ കൊണ്ട് വണ്ടി ഇറക്കി കൊടുക്കാം. ഒരു മണിക്കൂർ കൊണ്ട് വണ്ടി ഇറക്കി കൊടുക്കാം. ഗൈസ്, ഓണം ഓഫറുകളൊക്കെ വരികയാണ്. 1000% വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന 1000% വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന RD ബൈക്സിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഉറപ്പായിട്ടും കിടിലൻ വണ്ടികളായിരിക്കും. RD ബൈക്സ് എന്ന് പറഞ്ഞാൽ വെറും തള്ളു പറയുന്നല്ല, പ്രീമിയം കാറ്റഗറിയിലുള്ള വണ്ടികൾ ഓരോ പാർട്സ് വരെ അത്രമാത്രം പെർഫെക്റ്റ് ലുക്ക് ചെയ്തിരിക്കുന്ന കിഡിലൻ ഷോറൂമാണ് RD ബൈക്സ്. ഇവിടെ ഓണമായിട്ട് 2,500 രൂപ ക്യാഷ് പ്രൈസും നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്നത്. ആദ്യം തന്നെ പറഞ്ഞു, ഇതൊരു തട്ടിക്കൂട്ട് കടയില. പ്രീമിയം വണ്ടികൾ വെറുതെ വെച്ചേക്കുന്നല്ല. അപ്പോൾ ഒരു യുവ സംരംഭകൻ എന്നോട്, ഇപ്പോൾ എൻ്റെ പേരെന്താ? സൽമാൻ. അപ്പോൾ പ്രീമിയം ഷോപ്പിൽ നിന്ന് ആൾക്കാരുടെ വെറുതെ തള്ളു പറയുന്നല്ല, എന്തൊക്കെ ഗ്യാരണ്ടി ഇവിടെ കൊടുക്കുന്നുണ്ട്? നമ്മൾ കൊടുക്കുന്ന വണ്ടി, നമ്മൾ എടുക്കുന്ന ഒരു വണ്ടി ഒരു കസ്റ്റമറിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ നമ്മൾ മൈന്യൂട്ട് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് വണ്ടി ഷോറൂമിലേക്ക്. അതായത് ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും മാക്സിമം സ്ക്രാച്ച് കുറച്ചുള്ള വണ്ടി എടുക്കാറുള്ളൂ. പിന്നെ സെക്കൻഡ് വണ്ടിയാണ്, ചെറിയ മൈന്യൂട്ട് ആയ സ്ക്രാച്ച് ഉണ്ടാവും, എന്നാലും നമ്മൾ മാക്സിമം നോക്കി വണ്ടി എടുക്കാറുള്ളൂ. അതായത് വണ്ടി എടുത്ത ഒരാൾ ഇവിടുന്ന് നിരാശനായിട്ട് പോകേണ്ട വരുമോ? ഒരിക്കലും ഇല്ല. നമ്മുടെ ഷോപ്പിന്റെ പേര്, നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത്, നമ്മുടെ ഷോപ്പ് വരുന്നത് കളമശ്ശേരി അപ്പോളോ പ്രീമിയറിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി കയറി വരുമ്പോൾ തന്നെ പാതിരാക്കോയി റെസ്റ്റോറന്റ് ഉണ്ട്. അതിന്റെ തൊട്ട് ചേർന്ന് കഴിഞ്ഞാണ് മംഗലശ്ശേരി ടവറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അതായത് ഒരു 100 മീറ്റർ അകത്തുനിന്ന്, അതായത് ഹൈവേന്ന് 100 മീറ്റർ അകത്തേക്ക് വരുമ്പോൾ തന്നെ. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു 2,500 രൂപയുടെ ഒരു ക്യാഷ്, അത് നമ്മൾ വേറെ ഒന്നുമല്ല, ഇപ്പൊ ഓണാണല്ലോ, വിഷുവിന് എല്ലാവരും കഴിഞ്ഞിട്ടും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് 2,500 രൂപ വണ്ടി പർച്ചേസ് ചെയ്തതിനു ശേഷം 2,500 രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കും. അല്ലാണ്ട് റേറ്റും നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും വണ്ടി ഇവിടുന്ന് കൊടുക്കുക. ഓൾ കേരള ലോണാണ്. ഓൾ കേരള ലോണും കൊടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പ്രീമിയം വണ്ടികൾ മാത്രമേ ഉള്ളൂ. ബുള്ളറ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000-25,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി പോകും. സ്പോട്ടിൽ ഒരു മണിക്കൂർ കൊണ്ട് വണ്ടി ഇറക്കി കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന 2022 മോഡൽ ക്ലാസിക് 350 ആണ്. 1,80,000 രൂപ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് 2022 തന്നെയാണ്. ക്ലാസിക് 350, ഈ 3 വണ്ടി ക്ലാസിക് 350 2022 ആണ്. 1,80,000 രൂപ, ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാം. പിന്നെ വരുന്നത് 2021 ഹിമാലയൻ ആണ്. 15,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആകെ 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതൊരു 45 രൂപയും നമുക്ക് ഇറക്കി കൊടുക്കാം. പിന്നെ വരുന്ന 2020 ആണ്. അതും 27,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് നമുക്ക് 1,98,000 കൊടുക്കാവുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ വരുന്ന 2019 ABS സ്ലേറ്റ് വണ്ടിയാണ്. ഇത് നമുക്കൊരു 1,59,000 കൊടുക്കാം. അതായത് ഇതിനൊന്നും 1% പോലും ഒരു കംപ്ലൈന്റ് കാണിച്ചു തരാൻ ഇല്ലാത്ത കംപ്ലൈന്റ് മൈന്യൂട്ട് ആയിട്ട് എന്ത് പ്രശ്നം ഉണ്ടാവും, അതിപ്പോ എല്ലാ സെക്കൻഡ് വണ്ടിക്ക് ഉണ്ടാവും. നിങ്ങൾ വന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു 2022 സ്ക്രാം ആണ്. 25,000 കിലോമീറ്റർ വണ്ടിയാണ്. 1,81,000 കൊടുക്കാവുന്ന വണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ 40 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. പിന്നെ വരുന്ന 2023 എക്സ്പൾസ് ഇതാണ്, 4V ആണ് വരുന്നത്. ഇത് വരുമ്പോൾ 1,35,000 ആണ്. 20,000 ഡൗൺ പേയ്മെന്റ് സ്പോട്ട് ഫിനാൻസ് കൊടുക്കാം. 20,000 ഡൗൺ പേയ്മെന്റ് മതി. പിന്നെ ഇപ്പുറ സൈഡിലേക്ക് നമുക്ക് ബുള്ളറ്റ് അങ്ങ് തീർന്നു പോവാം. പിന്നെ വരുന്ന ബുള്ളറ്റുകളാണ് 2018 ഗൺ മെറ്റൽ ഗ്രേ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടികളാണല്ല. ഈ വണ്ടിക്ക് 25 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം കേട്ടോ. 25 രൂപ ഡൗൺ പേയ്മെന്റ് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഇറക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വരുന്ന 2016 മോഡൽ ക്ലാസിക് ആണ്. ഇതിനും ഫിനാൻസ് കിട്ടും. 1.5 കൊല്ലം ഫിനാൻസ് കിട്ടുള്ളൂ. ലാൻഡ് ടാക്സ് വെച്ചാൽ നമുക്ക് ഒരു വർഷത്തേക്ക് ലോൺ ചെയ്യാൻ പറ്റും. 98,000 രൂപയുടെ വില വരുന്നുണ്ട് കേട്ടോ. 98. 2020 മോഡൽ ക്ലാസിക് 350 ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ക വണ്ടി നമുക്ക് 1,39,000 കൊടുക്കാവുന്ന വണ്ടി കേട്ടോ. ഇത് വരുന്ന 2015 മോഡൽ സ്റ്റാൻഡേർഡ് 500 ആണ്. ചെറിയ ഒരു ബഡ്ജറ്റിൽ ഒരു വണ്ടി എടുക്കാൻ വന്ന കസ്റ്റമർ കൊടുക്കാൻ പറ്റിയാണ്. ഒരു 69 രൂപയ്ക്കും കൊടുക്കാം. ഇപ്പൊ ആളുകൾക്ക് പറയും, ഇപ്പൊ ഈ 60 സംതിങ് എത്ര പറഞ്ഞ റേറ്റ്? 69,000 രൂപ. ഈ 69 എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ ഇല്ല, എഞ്ചിൻ മണി, ലീക്ക് ഒന്നുമില്ല. ഫുള്ള് ചെക്ക് ചെയ്തേക്കുന്ന, നമ്മൾ ലാസ്റ്റ് ഇപ്പൊ സർവീസിംഗ് എല്ലാം ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഡീകംപ്രഷൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പൊള്ളി ലുക്ക് അല്ലേ? നിങ്ങൾ വണ്ടി അതിസ്റ്റ് ഇറക്കിയതിന് ശേഷം നമ്മുടെ പേജിനകത്ത്, അതായത് റോയൽ ഡീലർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാ വണ്ടിയുടെ സിംഗിൾ ഫോട്ടോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ തന്നെ വാട്സ്ആപ്പ് നമ്പർ ഓപ്പൺ ചെയ്താൽ വണ്ടിയുടെ വിലയും കാര്യങ്ങളും അതിന്റെ കിലോമീറ്റർ ഓണർഷിപ്പ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വണ്ടിയുടെ കണ്ടീഷൻസ് നോക്കാലോ. പിന്നെ വരുന്നത് 2021 മോഡൽ സ്റ്റാൻഡേർഡ് ES ആണ്. 1,48,000 രൂപ വരും. പിന്നെ വരുന്ന 2020 തന്നെ ES ആണ്. അത് 1,38,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്ടോ കൂടുതൽ നമ്മൾ ചെയ്യുള്ളൂ. മാക്സിമം സെക്കൻഡ് ഓണർ അപ്പുറത്തേക്ക് അപൂർവ വണ്ടികളെ പോകാറുള്ളൂ. അപൂർവങ്ങളാണ്, റയർ കിട്ടുക. അതായത് മാർക്കറ്റിൽ എപ്പോഴും ആവശ്യക്കാരുള്ള വണ്ടികൾ മാത്രമാണ് സെക്കൻഡ് ഓണർഷിപ്പ് കഴിഞ്ഞ് പോകാറുള്ളൂ. മാക്സിമം നമ്മൾ സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ചെയ്യാറുള്ളൂ കേട്ടോ.
പിന്നെ വരുന്നത് ഡ്യൂക്കിന്റെ ഒരുപാട് വമ്പൻ കളക്ഷൻ തന്നെ അല്ലേ? ഡ്യൂക്കിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇത് കൂടാണ്ട് നമ്മുടെ വണ്ടിയിൽ പുറത്തും ഉണ്ട് കേട്ടോ. കുറച്ച് കളക്ഷൻസ് കുറച്ച് വണ്ടി സർവീസുകളിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഡ്യൂക്കിന്റെ ജസ്റ്റ് ഒരു ആവറേജ് റേറ്റ് പറഞ്ഞിട്ട് പോകാം നമുക്ക്. 2016 മോഡൽ വരുമ്പോൾ 1.15 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണോ. ഇതിന് ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഇതൊന്നും കിട്ടാറില്ല കണ്ടീഷൻ വണ്ടികളാണ്. പിന്നെ വരുന്ന 2016 തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി 1,18,000 രൂപ. പിന്നെ വരുന്ന 2017 മോഡലാണ് 1,30,000 രൂപ. ഇതൊക്കെ BS4 കാറ്റഗറി കേട്ടോ. 2017 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് 1.38. 2019 1.50 അതും സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ വെറും 10,000 കിലോമീറ്റർ 23 മോഡൽ വണ്ടി ഷോറൂമിൽ നിലവിൽ വാറന്റി ഉള്ള വണ്ടി ഉണ്ട് കേട്ടോ. ആകെ 10,000 ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ 1.90 തരാം. പിന്നെ വരുന്ന 2021 ആണ് 1,59,000 രൂപയ്ക്ക് തരാം. എല്ലാം പെർഫെക്റ്റ് കണ്ടീഷൻ വണ്ടി. ഫുള്ള് നമ്മളെല്ലാ വണ്ടിയും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ കയറുള്ളൂ. അതായത് എഞ്ചിൻ സൈഡ് അങ്ങനത്തെ പ്രശ്നമൊന്നും ഒരു വണ്ടിക്കും ഉണ്ടാവില്ല. പിന്നെ വരുന്ന 2020 മോഡല് 250 ആണ് 1.60 തരാം. പിന്നെ 2020 തന്നെ 250 ആണ് ഇത് കിലോമീറ്റർ ആണ് 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ 1.69 തരാം. പിന്നെ വരുന്ന 2022 ആണ്. അതായത് LED ഡിസ്പ്ലേ വരുന്ന വണ്ടിയാണ്. LED ഡിസ്പ്ലേ മീൻസ് LED ഹെഡ്ലൈറ്റ് വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് 1.95 തരാം. പിന്നെ 390 ആണ് 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് 1,59,000. ഈ വിലയ്ക്കൊന്നും എവിടെയും കിട്ടൂല. 2022 ഡ്യൂക്ക് 390 ഇതൊക്കെ റേറ്റ് മാക്സിമം നമ്മൾ കുറച്ച് ചെയ്യുന്നത്. പിന്നെ 2016 മോഡൽ ഇതും ഒരു റയർ വണ്ടിയാണ്. BS3 മോഡൽ ഡ്യൂക്ക് 390 ആണ് 1.20 കൊടുക്കാം. 23 മോഡൽ വണ്ടി 1.90 കൊടുക്കാം. ഇതൊക്കെ നല്ല വണ്ടിയാണ്. 19,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. ആകെ 19,000 ഓടിയിട്ടുള്ളൂ. 19,000 കിലോമീറ്റർ ഹിസ്റ്ററി എനിക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ വരുന്ന 2022 മോഡൽ MT ആണ് 6,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ 1.57 വരും. 1.57 തരാം. പിന്നെ 2019 മോഡൽ ചെറിയൊരു ബജറ്റിന് എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർക്ക് 2019 മോഡൽ വണ്ടി 1.20 അത് 1.20 35 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ വണ്ടിക്ക് 35 രൂപ ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ 35 രൂപ മതി. ഇനി സ്പോട്ട് ആണെങ്കിൽ നമുക്ക് ഒരു 60 രൂപയ്ക്ക് 55 രൂപ 60 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇത് ഇറക്കി കൊടുക്കാം. സ്പോട്ടിൽ 1 മണിക്കൂർ കൊണ്ട് ഇറക്കാം. ഇത് ഡ്യൂക്ക് 390 BS3 അല്ലേ? ഇതൊന്നും അങ്ങനെ ഇതൊക്കെ റയർ വണ്ടികളാണ്. ഇതൊക്കെ വരുമ്പോൾ 1,55,000 രൂപയ്ക്ക് തരാവുന്ന വണ്ടി കേട്ടോ. പിന്നെ 2016 മോഡൽ BS3 തന്നെ RC 200 1.35. പിന്നെ 2021 മോഡൽ RS 200 1.25. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന എല്ലാം സിംഗിൾ ഓണർഷിപ്പിലാണ്. പിന്നെ ഡോമിനോറിന്റെ തന്നെ കളക്ഷൻ ഉണ്ട്. ഡോമിനോറിന്റെ 250 ആണ് 2023 മോഡലാണ് 1.59. ഇത് തന്നെ സെയിം കളർ തന്നെ വേറെ വണ്ടി കൂടെ ഉണ്ട് 10,000 കിലോമീറ്റർ ഓടിയത്. അതിപ്പോൾ അടുത്ത ദിവസം നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ അതായത് നമ്മുടെ പേജിനകത്ത് ഇൻസ്റ്റാഗ്രാം പേജിൽ RD ബൈക്സിന്റെ പേജിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കസ്റ്റമർ എടുക്കാൻ താല്പര്യം കോൺടാക്ട് ചെയ്യാം. പിന്നെ വരുന്ന 2020 മോഡൽ ഡ്യൂക്ക് ഡോമിനോർ 400 ആണ് 1.51. പിന്നെ വരുന്ന 2021 മോഡലാണ് 1.69. ഇതിന്റെയൊക്കെ ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? ഹിസ്റ്ററി നമുക്ക് അതായത് ഹിസ്റ്ററി ഒരു വണ്ടിയിൽ നമ്മുടെ കയ്യിൽ ഡേറ്റ് ആയിട്ട് ഉണ്ടാവില്ല. നമ്മൾ ഹിസ്റ്ററി മാക്സിമം ചെക്ക് ചെയ്യും. കാരണം ഇത്രയും വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ഹിസ്റ്ററിക്ക് ഷോറൂമിൽ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ വണ്ടി എടുക്കാൻ പറ്റുന്ന കസ്റ്റമർ ഹിസ്റ്ററി കൊടുക്കാൻ അതായത് നമ്മൾ എന്തിനും തയ്യാറാണ് ഹിസ്റ്ററി എടുക്കാനുള്ള എല്ലാ സൗകര്യം നമ്മൾ ചെയ്തു തരും. അതായത് നമ്മൾ അതിന്റെ RC ബുക്കിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ചേസ് നമ്പറിന്റെ ഫോട്ടോ ചോദിച്ചാൽ നമ്മൾ തരും. വണ്ടി നമ്പറും ഹിസ്റ്ററി അവിടെ പോയി എടുത്താൽ മതി. പിന്നെ വരുന്ന 2022 മോഡലാണ് 1.72 ഡോമിനോർ 400 1.72 അല്ലേ? പിന്നെ ഇത് 2020 ആണ് 10,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ ഇതൊക്കെ 1.50 നമുക്ക് കൊടുക്കാം. പിന്നെ 2023 മെറ്റിയോ 350 6,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 6,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 1,95,000 വരും കേട്ടോ. പിന്നെ 2021 മോഡൽ ഹൈനസ് 350 ആണ്. 2 ടയറും കാര്യങ്ങളെല്ലാം പുതിയതാണ്. PPF കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പുതിയ ബാറ്ററി എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 1.65 കൊടുക്കാം. പുത്തൻ ലുക്കിൽ വണ്ടി അല്ലേ? PPF നിലവിൽ 3 വർഷത്തെ വാറന്റി റിമൈനിങ് ഉണ്ട്. പിന്നെ പെറാക്കാണ് 2020 മോഡലാണ് 9,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല റെട്രോ ലുക്കുള്ള വണ്ടി. നമുക്ക് 1,37,000 രൂപയ്ക്ക് കൊടുക്കാം. ആകെ 9,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അല്ലേ? പിന്നെ ഇത് വേറെ ഐറ്റം 2018 മോഡല് ഈ മോഡലൊക്കെ നിലവിലെ കമ്പനി നിർത്തിയേക്കുന്നതാണ്. 25,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും ഇതിന്റെ ഷോറൂം ഹിസ്റ്ററി എല്ലാം നമ്മുടെ കയ്യിൽ ഡേറ്റ ആയിട്ടുണ്ട്. ഇതിൽ നിലവിൽ സർവീസിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ ABS വരുന്ന വണ്ടിയാണ്. അപ്പൊ ഈ വണ്ടിക്ക് നമ്മൾ ആസ്കിംഗ് റേറ്റ് 4.30 ആണ്. നെഗോഷ്യബിൾ ആണ്. വണ്ടി വന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ ഒരു മോഡൽ ഈ വിലയ്ക്ക് കിട്ടും. 2021 മോഡൽ RR310 ആണ്. വെറും 25,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സ്ക്രാച്ച് ഒന്നുമില്ല. നമുക്ക് ഈ വണ്ടി ഷോറൂം ലെവൽ വണ്ടിയാണ്. TFT TFT ഡിസ്പ്ലേ ഒക്കെ വരുന്ന മോഡൽ വണ്ടിയാണ്. ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. നമുക്ക് 2 രൂപ താഴെ കൊടുക്കാം. 1,98,000 97,000 കൊടുക്കാവുന്ന വണ്ടി കേട്ടോ. പിന്നെ വരുന്ന മെറ്റൂർ തന്നെ 2022 സ്റ്റെല്ലാർ ബ്ലൂ ആണ്. 12,000 കിലോമീറ്റർ ഓടിയുള്ള അത്യാവശ്യം ആക്സറീസ് ഒക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. നമുക്കൊരു 1,89,000 രൂപ കൊടുക്കാവുന്ന വണ്ടിയാണ് സ്റ്റെല്ലാർ ബ്ലൂ 1,89,000. ഇതിന് ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 40 രൂപ 45 രൂപ ലാൻഡ് ടാക്സ് നമുക്ക് ചെയ്യാം. പിന്നെ വരുന്നത്
ഗർല 450 ആണ്. ഇത് പുത്തൻ 24 മോഡൽ, ഒരു വർഷം പഴക്കം ആവാത്ത വണ്ടിയാണ്. 5000 കിലോമീറ്റർ ആണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ഒരു രക്ഷയില്ലാത്ത ലുക്ക് വണ്ടി. 5000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ. നമുക്ക് ഈ വണ്ടി 2,89,000 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. പിന്നെ വരുന്നത് 2 റയർ പീസ് വണ്ടികളാണ്. അതായത് മാർക്കറ്റിൽ നിലവിൽ പ്രൊഡക്ഷൻ ഇല്ലാത്ത വണ്ടി. CBR, ഹോണ്ടയുടെ CBR. എന്നാലും ഇത് എത്ര വർഷം വർക്കുണ്ട് ശരിക്കും? ഇത് 17 മോഡലാണ്. ഈ വണ്ടി വരുമ്പോൾ നമുക്ക് 1,20,000 രൂപ കൊടുക്കാം. ഓക്കെ. അതായത് 3 ഷെയ്ഡ് കളറൊക്കെ ചെയ്തേക്കുന്നതാണ്. ഹൈപ്പർ ഷിഫ്റ്റ് കളർ, അതായത് 3 ഷെയ്ഡ് കളറാണ്. അത്യാവശ്യം നല്ല കോസ്റ്റുള്ള പെയിന്റിംഗ് ആണ്. നമുക്ക് 1,20,000 കൊടുക്കാവുന്ന വണ്ടിയാണ്. പിന്നെ വരുന്ന 2011 ജപ്പാൻ മോഡല് CBR 250. പുതിയ ലുക്ക്. ഈ വണ്ടിയൊക്കെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് വണ്ടികളാണ് CBR. അത് റയർ ഓഫ് റയർ വണ്ടി, ആരും കൊടുക്കാത്ത വണ്ടിയാണ്. വിൽപ്പനയ്ക്ക് ഇല്ലാത്ത വണ്ടികളാണ്. ഇത് നമുക്കൊരു 97,000 രൂപ കൊടുക്കാം. അതായത് കണ്ടീഷനൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നീറ്റാണ്. പുതിയ വണ്ടി ഷോറൂമിൽ ഇറങ്ങുന്ന അതേ കണ്ടീഷൻ നമുക്ക് ഇറക്കി കൊടുക്കാം. 2019 മോഡലാണ്, 98,000 രൂപ കൊടുക്കാം. പിന്നെ 2023 മോഡൽ V4 M, അതായത് ക്വിക്ക് ഷിഫ്റ്റ് വരുന്ന ടോപ്പ് വേരിയന്റ് വണ്ടി 1,40,000 കൊടുക്കാം. പിന്നെ 2020 മോഡലാണ്, 1,32 കൊടുക്കാം. 2020 മോഡലാണ്, 1,30 കൊടുക്കാം. പിന്നെ വരുന്ന 2022 മോഡൽ V4 ആണ്. ഇത് നമുക്ക് 1,40,000 കൊടുക്കാം. V4 ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കണം? ഒരു 35-40 രൂപ. അത് 35-30 രൂപയ്ക്ക് ഇറക്കാൻ പറ്റും. സിവിലൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് നല്ല സിവിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ അത് താഴെ നമുക്ക് നോക്കാം. മാക്സിമം 2023 ആണ്, 1,55 കൊടുക്കാം. ഇതൊക്കെ ലോ കിലോമീറ്റർ അല്ലേ? അല്ല, ലോ കിലോമീറ്റർ 20, 18, 19, 22, 30,000 കിലോമീറ്റർ താഴെ ഓടിയ വണ്ടികൾ. ശരി. പിന്നെ വരാൻ ജാവ 42 ആണ്. ഇത് 9,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2.1 ആണ്. ഈ വണ്ടിക്ക് നമുക്ക് ആസ്കിംഗ് റേറ്റ് 1,47 ആണ്. ഇതൊക്കെ നോർമൽ മാർക്കറ്റ് റേറ്റിനേക്കാൾ താഴെയാണോ ഈ വണ്ടിയൊക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. പിന്നെ 2019 തന്നെ ജാവ 42 13,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 97,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ വരുന്ന റോയൽ എൻഫീൽഡ് GT ആണ്. 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 267 650 cc വരുന്ന വണ്ടിയാണ്. 200 cc വണ്ടി ലോ ഡൗൺ പേയ്മെന്റ് 20,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് NS200. നമ്മളിൽ 3, 4, 5 വണ്ടി ഉണ്ട്. 2017 മോഡൽ വണ്ടിയാണ് 72 രൂപ. ഇത് 2017 ആണ് 73 രൂപ. 2022 ആണ് 1,23 കൊടുക്കാം. 2019 ആണ് 89 കൊടുക്കാം. ഇതൊക്കെ ABS വണ്ടികളാണ് കേട്ടോ. എല്ലാം നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലാണ്. നല്ല കണ്ടീഷൻ. എഞ്ചിൻ സൈഡ് ഒന്നും ഒരു വണ്ടിയുടെ പ്രശ്നം ഉണ്ടാവില്ല. ചെറിയ സ്ക്രാച്ച്, അത് ഇത്രയും പഴയ വണ്ടിയാണ്. ആ ഒരു ബഡ്ജറ്റിൽ ഇറക്കുന്ന വണ്ടികളല്ലേ, ചെറിയ സ്ക്രാച്ച് ഉണ്ടാവും. പിന്നെ 2020 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതെല്ലാം സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. NS ഒക്കെ സിംഗിൾ ഓണർഷിപ്പിൽ വളരെ റയർ ആണ്. നമ്മളിപ്പോ കാണിച്ച വണ്ടികളിൽ ഒരു 80%, 95% സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ്. 95% സിംഗിൾ ആണ് അല്ലേ? ഇത് വരുന്ന 2020 ആണ്, 95 രൂപയ്ക്ക് കൊടുക്കും. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കളക്ഷൻസ് മാത്രമല്ല, നമ്മുടെ കുറെ വണ്ടികൾ പുറത്തുണ്ട്. നമ്മൾ ഈ വണ്ടി മാത്രമല്ല, നമ്മൾ വരും അടുത്ത മാസം തൊട്ട് സ്കൂട്ടർ നമ്മൾ പ്രീമിയം, അതായത് നല്ല ലോ കിലോമീറ്റർ മോഡൽ കൂടിയ സ്കൂട്ടർ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു പ്രീമിയം വണ്ടി ഇപ്പൊ ഹാർലി ഇങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, അതിപ്പോ നിങ്ങൾ അത് എത്തിച്ചു കൊടുക്കാം. അത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രീമിയം ടൈപ്പ് വണ്ടികൾ ഏതെങ്കിലും വേണമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് എവിടെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയതിന് ശേഷം നല്ല വണ്ടി നോക്കി നമുക്ക് എത്തിച്ചു തരാം. പിന്നെ അത് കൂടാണ്ട് സ്പോട്ട് ഫിനാൻസ്, നമ്മൾ സ്പോട്ട് ഫിനാൻസ് ചെയ്തുകൊണ്ട് നമുക്ക് അല്ലാണ്ട് ഇപ്പൊ ഈ പ്രീമിയം സെഗ്മെന്റ് വണ്ടികളായതുകൊണ്ട് വലിയ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് ഇറക്കണം എന്നുള്ള ആൾക്കാർക്ക് ചിന്തയുണ്ടാവും. എന്നാൽ ഒരു ലാൻഡ് ടാക്സ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല സിവിൽ ആണെന്നുണ്ടെങ്കിലും 40 രൂപയ്ക്ക് നമുക്ക് ഈ വലിയ വണ്ടികൾ എല്ലാവർക്കും കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ്, ഈ പറഞ്ഞ ഫിനാൻസിന്റെ ഡീറ്റെയിൽസ്, സിംഗിൾ ആയിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണം. അത് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പേജ് തന്നെ വരുന്നുണ്ട്. റോയൽ ഡീലർ എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര്. നമ്മുടെ ഫേസ്ബുക്കിലും ഉണ്ട് റോയൽ ഡീലർ എന്ന് തന്നെയാണ്. ഈ പേജ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ അതിന്റെ ഡീറ്റെയിൽസ്, അപ്ഡേഷൻ, എല്ലാ കാര്യങ്ങളും അപ്പം ഉണ്ടാവും. ഡെയിലി നമ്മൾ റീൽസ് പോകുന്നുണ്ട്, ഓഫേഴ്സ് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അതുകൂടാണ്ട് വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ഏത് കസ്റ്റമർ എവിടെ നിന്നായാലും, കേരളത്തിന്റെ ഏത് അറ്റുന്നായാലും അല്ലെങ്കിൽ പുറത്തുനിന്നായാലും നമ്മളെ വിളിച്ച് ഏത് സമയത്ത് എൻക്വയറി എടുക്കാം. നമുക്ക് നമ്മുടെ RD ഡീലേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വണ്ടി എടുത്തു പോകും. നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് വണ്ടി തൃപ്തിയായതിനു ശേഷം, ഒരു ആളും ലോങ്ങിൽ നിന്ന് ഒരു കസ്റ്റമർ വന്ന് കയറിയാൽ നിങ്ങൾക്ക് ഒരു 99% ഒരാൾക്കും നിരാശയായിട്ട് തിരിച്ചു പോകേണ്ടി വരില്ല. നമ്മൾ അത്രയും മാക്സിമം നോക്കി നമ്മൾ വണ്ടി കൊടുക്കുന്നതും നമ്മൾ ചെയ്യുന്നു. നിങ്ങൾ ഓണാണ്, പിന്നെ വേറെ ആർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.